സിനിമാ മോഹം മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന കാലം മുതൽ എം.ടിയുടെ കഥകൾക്കായി മമ്മൂട്ടി കാത്തിരുന്നു. ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ കരുത്തുറ്റ കഥാപാത്രത്തിന് ജീവൻ പകരണമെന്ന് അതിയായി ആഗ്രഹിച്ചു. ദേവലോകം എന്ന സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് ആദ്യമായി എം.ടിയിൽ നിന്നും മമ്മൂട്ടിക്ക് അവസരം ലഭിക്കുന്നത്. എന്നാൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് 1980-ൽ വന്ന വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി സിനിമാ ലോകത്ത് സജീവമായി. തുടർന്ന് എം.ടിയുടെ തൂലികയിൽ പിറന്ന ഒരുപിടി കഥാപാത്രങ്ങൾക്ക് മമ്മൂട്ടി ജീവൻ പകർന്നു. അടിയൊഴുക്കുകൾ, തൃഷ്ണ, ആൾക്കൂട്ടത്തിൽ തനിയെ, അക്ഷരങ്ങൾ, അനുബന്ധം, ഒരു വടക്കൻ വീരകഥ, ഉത്തരം, സുഹൃതം, പഴശ്ശിരാജ എന്നീ ചിത്രങ്ങളിലൂടെ എം.ടിയും കഥാപാത്രങ്ങളും മമ്മൂട്ടിയുടെ മികവുറ്റ അഭിനയവും മലയാളികൾക്ക് സമ്മാനിച്ചത് എക്കാലത്തെയും മികച്ച ചിത്രങ്ങളായിരുന്നു. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. തിരക്കഥ എഴുതുമ്പോൾ തന്നെ മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടാണോ എഴുതുന്നത് എന്ന ചോദ്യം നിരവധി തവണ എം.ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്രമേൽ ആ കഥാപാത്രങ്ങളിലേക്ക് അലിഞ്ഞു ചേരാൻ മമ്മൂട്ടിക്കും സാധിച്ചിരുന്നു. പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം മലയാള സിനിമയിൽ കഥാപാത്രത്തിന്റെ പൂർണ്ണത കൊണ്ടും അഭിനയത്തിന്റെ മെയ്വഴക്കം കൊണ്ടും തലമുറകൾ നെഞ്ചേറ്റിയതാണ്. അതാണ് ആളുകൾ ചോദിക്കുന്നത്. വടക്കൻ പാട്ടിലെ ചതിയൻ ചന്തുവിനെ കുറിച്ചുള്ള ധാരണകൾ തിരുത്തിയെഴുതാൻ എം.ടിയുടെ അക്ഷരങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് തെളിയിക്കുന്ന രീതിയിൽ കരുത്തുറ്റ തിരക്കഥയാണ് മലയാളത്തിന് സമ്മാനിച്ചത്. ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ ചലനങ്ങളും വാക്കുകളും ഇന്നും മലയാള ജീവിതത്തിൽ മായാതെ കിടക്കുന്നു. കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്നറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾ? പഴശ്ശിയുടെ വയനാടൻ പോരാട്ടത്തിന്റെ കഥ പറയുന്ന പഴശ്ശിരാജ എം.ടിയുടെ ഒതുക്കമുള്ള തിരക്കഥ കൊണ്ടും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പൂർണ്ണത കൊണ്ടും കാലത്തെ മറികടക്കുന്നതായിരുന്നു. വഴി കാണിക്കാൻ നീ തന്നെ വന്നു അല്ലേ? ഞാൻ കുറുമ്പ്രനാടിന്റെ കാര്യസ്ഥപ്പണി വിട്ടു. ചന്തുവിനെക്കുറിച്ചും പഴശ്ശിയെക്കുറിച്ചുമുള്ള മലയാളിയുടെ സങ്കല്പങ്ങൾക്ക് നിറം ചാർത്തിയത് എം.ടിയും മമ്മൂട്ടിയും ചേർന്നുള്ള രസതന്ത്രത്തിന്റെ ശക്തമായ ഇഴുകിച്ചേരലായിരുന്നു. ചെറുകഥകളിൽ തുടങ്ങി നോവലുകളും ബാലസാഹിത്യകൃതികളും യാത്രാവിവരണങ്ങളും അതിഗംഭീരമായി വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ച എം.ടി സിനിമാ ലോകത്തിന് നൽകിയത് കെട്ടുറപ്പുള്ള കാമ്പുള്ള കഥാപാത്രങ്ങളായിരുന്നു. നോവലുകൾ പോലെ തന്നെ സിനിമാ തിരക്കഥകളും അവയിലെ സംഭാഷണങ്ങളും പ്രേക്ഷകർക്ക് നൽകിയത് സമാനതകളില്ലാത്ത അനുഭവങ്ങളും എക്കാലവും കാഴ്ചക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സംഭാഷണങ്ങളുമാണ്. എം.ടി വിട പറയുമ്പോഴും മലയാളി നിലനിൽക്കുന്ന കാലത്തോളം ജീവിതത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന കരുത്തുറ്റ ഒരുപിടി സംഭാഷണ ശകലങ്ങളാണ് പ്രേക്ഷകർക്കായി കാത്തുവച്ചത്. എം.ടിയുടെ നവതി ആഘോഷവേളയിൽ തനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും ഞാൻ എം.ടിയുടെ കാൽക്കൽ സമർപ്പിക്കുന്നുവെന്ന മമ്മൂട്ടിയുടെ വാക്കുകളിൽ എം.ടിയോടുള്ള മമ്മൂട്ടി എന്ന അഭിനയ പ്രതിഭയുടെ അഗാധമായ ബന്ധം പ്രകടമാകും. എൻ്റെ എല്ലാ പുരസ്കാരങ്ങളും ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ എൻ്റെ ഗുരുദക്ഷിണയെ സമർപ്പിക്കുകയാണ്.